ഒരു സന്തോഷ വാർത്ത കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കളക്ടർ അദ്ദേഹം ഈ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ ഏറ്റിട്ടുണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വെഡ്നസ്ഡേ ബുധനാഴ്ച 9-ാം തീയതി രാവിലെ ഒരു 9:45 ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ്. അപ്പം വീഡിയോസൊന്നും വരാറില്ല, കാരണം അറിയാമല്ലോ ഞാൻ ആ ട്രിപ്പിൻ്റെ തിരക്കിലാണ്. അപ്പോൾ അതിനിടയിൽ യാത്രയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾ അവിടെ കൂടെ ഒക്കെ കുറച്ച് ട്രിപ്പൊക്കെ അടിച്ചിരുന്നു. പക്ഷേ വീഡിയോ ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല, ട്രിപ്പിൻ്റെ ടെൻഷനിടയിൽ പെട്ടു കേട്ടോ. പിന്നെ അതുപോലെ അമിന അറിയാലോ, ബാംഗ്ലൂരിൽ നിന്ന് വർക്ക് കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട്. ചെറിയ അപ്ഗ്രേഡ് നടന്നിട്ടുണ്ട്. ഒന്ന് ഈ ബോക്സുകൾ 2 ബോക്സ് പുറകിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ക്യാന് ഇത് ആദ്യം കുറച്ച് പുറകിൽ ഇവിടെ ആയിട്ടായിരുന്നു, അപ്പോൾ അത് മുമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ചാർജറിൻ്റെ സ്പോട്ട് താഴേലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ കുഞ്ഞി കാര്യങ്ങൾ അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ഒരു നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ് ഞാൻ ചേഞ്ച് ചെയ്യും. വേറെ എന്താ പറയാൻ, വേറെ ബോക്സിൻ്റെ സൈഡിൽ നല്ല മനോഹരമായിട്ട് അവരൊരു വേൾഡ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഇവിടെ ഒരു ക്രാഷ് കാർഡ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. പിന്നെ ഒരു കാര്യം, സൈഡ് സ്റ്റാൻഡ് കുറച്ച് ഒന്ന് എക്സ്ട്രാ പൊക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്കിതിൽ കയറി ഇരിക്കാൻ പറ്റുന്നില്ല. സൈഡ് സ്റ്റാൻഡ് താകുമ്പോൾ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പൊക്കിയിട്ടുണ്ട്, സേഫ്റ്റി അല്ലേ. പിന്നെ ഈ റാഡ് മുമ്പിൽ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, ഫ്രണ്ടിലായിരുന്നു, ഇത് ബേക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാല് ഈ ഒരു ഗ്യാപ്പിലായിട്ട് എൻ്റെ കാല് വരും, അപ്പോൾ സേഫാണ്. പിന്നെ ഇതിൽ മാക്സിമം ഫ്യൂൽ അടിക്കാതിരിക്കാൻ നോക്കും. ഇത് സേഫ്റ്റി കാർഡ് കൂടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇൻ കേസ് ഡ്രോപ്പ് ആയി കഴിഞ്ഞ് ഇതിനോട് താങ്ങിക്കൊള്ളും. എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം അതിൽ ഫ്യൂൽ അടിക്കുള്ളൂ. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് കണ്ണൂരേക്കാണ്. കണ്ണൂർ വേറൊന്നുമില്ല, 27-ാം തീയതിയാണ് എൻ്റെ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. അതിന് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഞാൻ ചെയ്യാം നിങ്ങളുടെ അടുത്ത്. ആ 27-ാം തീയതി കണ്ണൂർ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. അപ്പം അത് എവിടെ വെച്ചിട്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുള്ളത്. നമുക്ക് നല്ലൊരു ഗ്രൗണ്ട് കിട്ടണം. ഒരുപാട് ആൾക്കാർ വരുന്നില്ലേ, നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് വരുന്നുണ്ട്, സുജിത് ഭക്തൻ വരുന്നുണ്ട്, അരുൺ സ്മോക്കി വരുന്നുണ്ട്, മാസ്റ്റർ പീസിൻ്റെ അവർ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ഉണ്ണി ബ്രോ വരുന്നുണ്ട്, യൂട്യൂബ് ഫീൽഡിലുള്ള ഒരുവിധ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, നമ്മുടെ ചങ്ക് ബ്രോസ് എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട കറക്റ്ററൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അദ്ദേഹത്തൊക്കെ ഫ്രീ ആണെങ്കിൽ നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. RTOനൊക്കെ ക്ഷണിക്കണം. അതിനൊക്കെ വേണ്ടി ഇന്ന് പോകുന്ന കേട്ടോ. നമുക്ക് വിടാം നേരെ കണ്ണൂരേക്ക്. നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. ആമിന റെഡിയാണ്, ഞാൻ റെഡിയാണ്, നിങ്ങൾ റെഡിയല്ലേ? ഇപ്പോൾ ഈ 2 മിററിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു സാധനം കാണുന്നുണ്ട്. ഇവിടെ ഒന്നുണ്ട്, അതുപോലെ ഇപ്പുറം സൈഡ് ചെറുതൊന്നുണ്ട്. അതിൻ്റെ പേരാണ് ഫിഷ് ഐ കേട്ടോ. എന്ന് വെച്ചാൽ ഫിഷിൻ്റെ ഐ പോലത്തെ. അപ്പം നമുക്ക് ഈ വണ്ടി കംപ്ലീറ്റ് എന്ന് വെച്ചാൽ ബാക്ക് മുതൽ ലഗേജും ടോപ്പ് ബോക്സും ഒക്കെ നമുക്ക് റൈറ്റും ലെഫ്റ്റും 2 വിഷയം കൊണ്ട് കാണാൻ പറ്റും. ബാക്ക് സൈഡ് എന്തെങ്കിലും സാധനങ്ങൾ ഇളകുന്നുണ്ടോ, മിക്സ് ആകുന്നുണ്ടോ എല്ലാം നമുക്കറിയാം, കാണാൻ പറ്റും. ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, ട്രാഫിക്കിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം ഞാനും നമ്മുടെ ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിളിൻ്റെ അവരും കൂടിയിട്ട് തലശ്ശേരി പോയിട്ട് തിരിച്ചു വരുമ്പോൾ കുറച്ച് കുട്ടികൾ എൻ്റെ വണ്ടി ക്രോസ് കടഞ്ഞു. ഞാൻ ചോദിച്ചു നമ്മുടെ സബ്സ്ക്രൈബേഴ്സോ മറ്റോ ആയിരിക്കും, പക്ഷെ അവർക്ക് എന്നെ അറിയില്ല. എന്നോട് ചോദിച്ചു എങ്ങോട്ട് പോകുന്നത് നിങ്ങളെല്ലാവരും കൂടി, ലഡാക്കിലേക്കാണോ ഈ വണ്ടി എടുത്തില്ലേ? ഞാൻ ചോദിച്ചു ലഡാക്കിലേക്ക് പോകാൻ എന്തിനാ ബ്രോ ഇത്ര വലിയ വണ്ടി, നമുക്ക് ചെറിയ വണ്ടി പോരെ. അപ്പോൾ ശരിയല്ലേ. അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഉണ്ട് വൈറലായിട്ട്, ഒരു 55 വയസ്സുള്ള ഒരു ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൽ ഇവിടുന്ന് കർദുങ്കല മറ്റോ പോയിട്ട് അവിടുന്ന് ഒരു വീഡിയോ എടുത്തിട്ട് അയച്ചത്. അപ്പം അതൊക്കെ കാണുമ്പോഴാണ് ഈ വലിയ എന്താ പറയുക, വലിയ വേൾഡ് റൈഡ് പോകുന്ന കോലത്തിൽ പാണ്ടക്കെട്ടും കയറി പോകുന്ന ചില ആൾക്കാരെ നമുക്ക് എടുത്ത് കിണറ്റിലിടാൻ തോന്നും. അങ്ങനെ കണ്ണൂരെത്തി. നല്ല വെയിലാണ്. വെയിലത്ത് ഇവിടെ എപ്പോൾ നമുക്കൊരു പോലീസുകാരെ കാണാൻ പറ്റും. പണ്ട് ഇവിടെ വർക്ക് ചെയ്തൊരു പോലീസുകാരൻ ഭയങ്കര ഫേമസ് ആയിരുന്നു. കാരണം അദ്ദേഹം വെയിലത്ത്, നട്ടപ്പൊരു വെയിലത്ത് സർവീസ് ചെയ്യുന്നുണ്ട്. ഇത് കേട്ടോ, ഒരുപാട് പോലീസുകാർ വെയിലത്ത് കഷ്ടപ്പെടുന്നുണ്ട്. എന്നാലും ചീത്തവിളി മാത്രമേ ഉള്ളൂ. നല്ലവരെല്ലാം ഉണ്ട് കേട്ടോ, നമ്മളെല്ലാവരും മോശക്കാരായിട്ട് കാണാൻ പാടില്ല, നല്ലവരൊക്കെ ഉണ്ട്. അപ്പോൾ ചൊവ്വ കഴിഞ്ഞു, കണ്ണൂർ സിറ്റി എൻ്റർ ചെയ്തു. ഇനി അങ്ങോട്ടേക്ക് നല്ല ട്രാഫിക്കിലാണ് ആമിനാക്ക് പണി വരുന്നത്. കാരണം നമുക്കങ്ങനെ പെട്ടെന്ന് ഇടത്തും വലത്തും ടക്ക് എന്നിട്ട് തിരിക്കാൻ പറ്റില്ല. ബാക്കിലും ഫ്രണ്ടിലും വണ്ടികൾ നോക്കി. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഈ ഫിഷ് ഐ ഉള്ളതുകൊണ്ട്, ഈ ഫിഷ് ഐ മിററുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ പോകുന്നത് കളക്ടറേറ്റിലേക്ക് കേട്ടോ. നമുക്ക് കളക്ടറെ പോയിരുന്ന് കണ്ടു നോക്കാം നമ്മളെ പരിപാടിക്ക് അദ്ദേഹം വരുമോ എന്നുള്ളത്. കാരണം
എന്താ പറയുക, കളക്ടർമാരെയൊക്കെ നമുക്ക് പോയിട്ട് കാണാം, കുഴപ്പമില്ല. നല്ല ഫ്രണ്ട്ലിയാന്നൊക്കെയാണ് കേട്ടത്. ഞാൻ അന്വേഷിച്ചിടത്തോളം കളക്ടർ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ കേട്ടത്. അപ്പം അവിടെ ശരിക്കും നമുക്ക് നമ്മുടെ ആവശ്യത്തിന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ആ ഒരു ശുപാർശയും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് കളക്ടറേറ്റിലേക്ക് പോകാം. നോക്കാം നമുക്ക് അവിടെ പോയിട്ട് എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പം നമ്മുടെ ജിലേബിക്കാരാണ് ആ മുമ്പിൽ ബുള്ളറ്റ് പോകുന്നത്. അപ്പോൾ ഇവരെ വണ്ടീൻ്റെ പെട്രോൾ തീർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടീൻ്റെ ഫ്യൂൽ ക്യാൻ ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകാണ്. പമ്പിൽ പോയിട്ട് അത് വരുന്നുണ്ട്. ബ്രോ അങ്ങോട്ട് ലെഫ്റ്റ് റൈറ്റാ? സംഭവം ഇവരെ വണ്ടിയുടെ പെട്രോൾ തീർന്നു കേട്ടോ. പെട്രോൾ തീർന്നിട്ട് പിന്നെ നമ്മളെന്ത് ചെയ്യുന്നത്, ഇപ്പോൾ പെട്രോൾ വാങ്ങാൻ വേണ്ടി പോകുന്ന ഫ്യൂൽ ക്യാൻ ഉണ്ടല്ലോ, അപ്പോൾ കുപ്പീനൊന്നും ആവശ്യമില്ല, അതിൽ വാങ്ങിയിട്ട് എടുക്കാമെന്ന് വെച്ചു. ആദ്യമായിട്ട് അങ്ങനെ ആമിനാൻ്റെ വലത്തെ സൈഡ് ടാങ്കിൽ നമ്മൾ ഫ്യൂവൽ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഫ്യൂവൽ ഫില്ലിങ് ആണ്. അതും ഒരു ബൈക്കായ ഒരു വണ്ടീനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രം. നല്ല കാര്യത്തിന് വേണ്ടി ഫസ്റ്റ് തന്നെ അടിച്ചത് കേട്ടോ. സോ ഹാപ്പി സോ ഫാർ സോ ഗുഡ്. ഇനി നമ്മൾ തിരിച്ചു പോകണം, നമ്മളെ ബൈക്കായ വണ്ടി ലെവലാക്കണം, അതൊക്കെയാണ് പണി. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്രോൾ എടുത്തിട്ട് ഒഴിച്ചെടുക്കാം. വാടാ. ആദ്യം തന്നെ നമ്മൾ വണ്ടി ബൈക്കായ വണ്ടിക്ക് ഒഴിക്കലാണ്ടി അമിനാൻ്റെയും പണി. അപ്പോൾ നമ്മളിതാ ട്രെയിനിങ് എടുക്കുന്നത് കേട്ടോ, എങ്ങനെ പെട്രോൾ അടിക്കേണ്ടത്. സിമ്പിളാണ്. ഈ സാധനം കറക്റ്റ് ഈ വശത്തേക്ക് ആക്കുക, ടൈറ്റ് ചെയ്യുക, മൂവ് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തിട്ട് ഇവിടെ ഈ ഇതുണ്ട്, ഇത് എയർ ഹോൾസ് ഔട്ടാക്കണല്ലോ കേട്ടോ. എയർ ഹോൾസ് ഔട്ടാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ടും കയറ്റുക, പോയിക്കുക. സംഭവം വിശന്നിട്ട് കണ്ടു കാണില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാം. അപ്പം ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം സമയം ഏകദേശം 2-2:15 പക്ഷേങ്കിൽ കളക്ടർ മിസ്സായിപ്പോയി, ജസ്റ്റ് മിസ്. 1.5 മണിക്ക് അദ്ദേഹം പുറത്തു പോയെന്ന് പറഞ്ഞു. ഞങ്ങൾ വൈകുന്നേരം 3 മണിക്ക് ശേഷം കാണാൻ പറ്റും. അപ്പം ഫുഡ് കഴിക്കണം, പിന്നെ ഒരു ഷൂ വേണം റൈഡിനിടാൻ. റൈഡിങ് ഗിയേഴ്സ് ഉണ്ട്, പക്ഷെ എന്നാൽ എല്ലാ സ്ഥലത്തും നമുക്ക് റൈഡിങ് ഗിയേഴ്സ് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഒരു ഷൂ വാങ്ങണം. അങ്ങനെ കുറച്ചുകൂടി പരിപാടികളുണ്ട്. അപ്പം നമ്മളെത്തി MBK റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. നമ്മളങ്ങനെ ഇവിടെ എത്തി. പോയിട്ടാ നമ്മളിപ്പോൾ ഉള്ളത് MBK റെസ്റ്റോറൻറ്റ് കേട്ടോ. ഞാൻ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തരാം. പരിചയപ്പെടുത്തിക്കാം. എൻ്റെ പേര് മുഹാസ്, കണ്ണൂർ വിഷൻ ഫേസ്ബുക്ക് പേജായിരുന്നു. പിന്നെ നമ്മളെ എയർപോർട്ട് FB ഫാൻസ് പേജാണ്. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പുള്ളിക്കാരനെ ഞാൻ കാണാൻ എല്ലാവർക്കും വീഡിയോ ഒക്കെ കാണാറുണ്ട്. കണ്ണൂർക്കാരനാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, ഇവിടെ കണ്ണൂർ എയർപോർട്ട് ഫേസ്ബുക്ക് പേജ്, അതുപോലെ കണ്ണൂർ വിഷയങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിൻ്റെ അഡ്മിൻ കേട്ടോ. പിന്നെ നമ്മുടെ ജിലേബിൻ്റെ ആൾക്കാരാണ്. ഒന്ന് പരിചയപ്പെടുത്തിക്കോ. എൻ്റെ പേര് വിനീത്. പിന്നെ ജിലേബി ഇവൻസിൻ്റെ ഇപ്പം ഓണറാണ്. നമ്മളിപ്പം ഫസ്റ്റ് ഇവൻറ്റ് മുതലാളി എൻ്റെ പാർട്ട്ണർ. എൻ്റെ പേര് അബി. നമ്മൾ ഇത് ഫസ്റ്റ് ഇവൻറ്റ് ഷാക്കിർ ബ്രോൻ്റെ ഫ്ലാഗ് ഓഫാണ്. അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് നിൽക്കലാണ്. MBK ഒരു ബിരിയാണി അടിച്ച് ഒരു മട്ടൺ അടിച്ചിട്ട് അടുത്ത പ്ലാനിലേക്ക് ഇത് നമ്മൾ അമല കേട്ടോ. അമലാണ് ശരിക്കും ആ വണ്ടിയുടെ രജിസ്ട്രേഷനൊക്കെ ഹെൽപ്പ് ചെയ്തത്. അമലിൻ്റെ പേരിലെ വണ്ടി ഇറക്കിയത് അല്ലേ, ടീം മാക്സ്. ഇത് മാക്സ് ടോർക്കല്ലടാ, മാക്സ് ടോർക്കിൻ്റെ മെമ്പർ കേട്ടോ. അപ്പം ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് നമുക്ക് 2 ആൾക്കാരെ മീറ്റ് ചെയ്യണം. 3:30 നമ്മുടെ കളക്ടറേറ്റിലേക്ക് പോകണം. അതുവരെ ഫ്രീ ആണ്. നോക്കാം അടുത്ത തന്നെ നടക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ക്യാപിറ്റൽ മാളിൻ്റെ ഫ്രണ്ടിലാട്ടോ. ഇവിടെ ഒരു വുഡ്ലൻഡിൻ്റെ ഷൂ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേങ്കിൽ വുഡ്ലൻഡിൻ്റെ ഷോപ്പ് അപ്പറേ ഉള്ളൂ, ഇതിനകത്തില്ല. ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, ഞാനും എൻ്റെ നിഴലും. ഏത് ഷോപ്പാടാ? നമുക്കതിനെ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നോക്കാം കേട്ടോ. ഷൂ എടുത്തു കേട്ടോ. വുഡ്ലൻഡിൻ്റെ ഷൂ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം, പിന്നെ കാണിച്ചു തരാം. ഇവിടെ വുഡ്ലൻഡിൻ്റെ ഷോറൂമില്ല കണ്ണൂർ. സംഭവം നേരത്തെ പറഞ്ഞ പോലെ ഗിയേഴ്സ് ഉണ്ട്, പക്ഷെ നമ്മളെപ്പോഴും ആ സാധനം ഇടുമ്പം ഒരു വല്ലാത്തൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ അതിന് നല്ലത് ഒരു ഷൂ, നല്ലൊരു ഉറപ്പുള്ള ഷൂ കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമില്ലാത്ത ഘട്ടങ്ങളിൽ നമ്മളൊരു നോർമൽ ട്രിപ്പുകൾ ഇപ്പോൾ സിറ്റിക്കകത്തൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഇടാം.
നമ്മൾ ലോങ് ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് റൈഡിംഗ് ബൂട്ട് ഉപയോഗിക്കാം, അതല്ല നല്ലതല്ല. സമയം ഇപ്പോൾ ഏകദേശം ഒരു 4 മണി, 5 മണിക്കാണ് കളക്ടറെ കാണേണ്ടത്. നേരത്തെ സമയം തെറ്റ് പറഞ്ഞ സംശയമുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇനി ഇവിടുന്ന് ബില്ല് ചെയ്തിട്ട് നേരെ ഇപ്പം കളക്ടർ ഓഫീസിൽ പോകും, കളക്ടറെ കാണണം. അവിടെ നിന്ന് വേറൊരു സ്ഥലത്ത് കൂടെ പോകാണ്ട് എന്നിട്ട് വേണം വീട്ടിലെത്തണമെങ്കിൽ. ഇന്നത്തെ ദിവസം കണ്ണൂർ ടൗണിൽ തന്നെ. അപ്പം നമ്മളിപ്പം അങ്ങനെ കണ്ണൂർ കളക്ടറേറ്റിലെത്തി. കളക്ടറേറ്റിൻ്റെ ബിൽഡിംഗ് ഏത് ഞാനിപ്പം അന്വേഷിക്കണം എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്നുള്ളത്. നോക്കട്ടെ. ഒരു സന്തോഷ വാർത്തയാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കളക്ടർ അദ്ദേഹം ഈ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ ഏറ്റിട്ടുണ്ട്, സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങൾ കാര്യം പറഞ്ഞു, അദ്ദേഹം ഭയങ്കര ഫ്രണ്ട്ലിയാണ്, വിചാരിച്ച പോലെ ഒന്നുമില്ല. റൈഡിനെ പറ്റി പറയുമ്പോഴേക്കും വണ്ടി ഏതാണെന്ന് വെച്ച് ഞാൻ വണ്ടീൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പം വളരെ ഫ്രണ്ട്ലിയാണ്, നല്ല രീതിയിലാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഗ്രൗണ്ടും നമുക്ക് വിട്ടു തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഗ്രൗണ്ടിൻ്റെ പേര് ടൗൺ ഹാൾ വിട്ടു തരാമെന്നാണ് പറഞ്ഞത്. നമ്മൾ സെൻറ്റ് മൈക്കിൾസിൻ്റെ ഗ്രൗണ്ടായിരുന്നു നോക്കിയത്. ടൗൺ ഹാൾ വേണമെങ്കിൽ വിട്ടുതരാൻ പറഞ്ഞു, അതും കളക്ടറുടെ കീഴിലാട്ടോ. സോ ഹാപ്പി. അപ്പം ഓൾ ഗോയിങ് പോസിറ്റീവ്, സ്റ്റേ പോസിറ്റീവ്, പോസിറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അത്ര തന്നെ. അപ്പോൾ നിലവിലിപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു പരിപാടിക്ക് വരുന്നത് ഒന്ന് ബഹുമാനപ്പെട്ട കളക്ടർ വരുന്നുണ്ട്, സന്തോഷ് ജോർജ് കുളങ്ങര സാറ് വരുന്നുണ്ട്, പിന്നെ സുജിത് ഭക്തൻ വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ അരുൺ സ്മോക്കി വരുന്നുണ്ട്, പിന്നെ മാസ്റ്റർ പീസിൻ്റെ അവർ വരുന്നുണ്ട്, OMKV ഉണ്ണി വരുന്നുണ്ട്. ഇനിയും നമ്മൾ ഒരുപാട് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഇൻവൈറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. കളക്ടറുടെ ഡേറ്റും ഗ്രൗണ്ടും കിട്ടിയതിലേക്ക് ഇന്നു മുതൽ നമ്മൾ പണി തുടങ്ങി. പിന്നെ ജിലേബിയാണ് നമ്മുടെ ഈവൻറ്റ് മാനേജ്മെൻറ്റൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അവരുടെ ഫസ്റ്റ് വർക്ക് കേട്ടോ അല്ലേ, ഫസ്റ്റ് വർക്കാണ്. അവരതുകൊണ്ട് ഉഷാറാക്കി തരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഉള്ളത് കണ്ണൂർ RTO ഓഫീസിലാണ്. ബഹുമാനപ്പെട്ട കണ്ണൂർ RTOയും ഈ ഒരു ഫംഗ്ഷനിൽ വരാൻ വെച്ചിട്ടുണ്ട്. എന്താ പറയുക, സെലിബ്രേഷൻ അല്ലേ, ആഘോഷം മാത്രം. നമ്മളന്നൊരു വീഡിയോ ചെയ്തില്ലായിരുന്നു RTOൻ്റെ, അതിന് ശേഷം തോന്നുന്നു അദ്ദേഹം മനസ്സിലായി സന്തോഷത്തോട് വരാമെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം മുമ്പ് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ മീറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വരുമെന്ന് ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ലിസ്റ്റിൽ RTO കൂടി. രാവിലെ 3 എനിക്ക് ഇതന്നെ പരിപാടി, കണ്ണൂർ ടൗണിൽ ഇങ്ങനെ കറങ്ങൽ. ഇനിയിപ്പോൾ TVS ഷോറൂമിലെല്ലാം പോകണം, അവിടെ സർവീസ് ചെയ്യണം. ഇപ്പം കാതിഗ്രാമം പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ഇന്ത്യൻ്റെ ഫ്ലാഗ്, 2 നല്ല ഒറിജിനൽ ഫ്ലാഗ് വാങ്ങണം. അത് കഴിഞ്ഞ് നേരെ പുതിയതേലുള്ള TVS ഷോറൂമിലേക്ക് ഒന്ന് പോകണം. ഇത്രയും കാര്യങ്ങളുണ്ട് ഇപ്പോൾ ചെയ്യാനുള്ളത്. ഇപ്പം ഞാനുള്ളത് TVS കണ്ണൂർ ഷോറൂമിലാണ്. ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഗിയറിന് ക്ലച്ച് വിടുമ്പം ടിക്ക് എന്നൊരു സൗണ്ട് എന്താണെന്ന് അറിയുന്നില്ല. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ ഇവർ ടെക്നീഷ്യൻസ് പറഞ്ഞത് എന്താ വെച്ചാൽ അത് കംപ്ലൈൻ്റ് അല്ല, RTRന് ഉള്ള ഒരു സംഭവം, അതിൻ്റെ ടോർക്ക് കൂടുതലാണ്, അതുകൊണ്ട് ഒരു വരുന്നതാണെന്ന് പറഞ്ഞത്. കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ ഉണ്ട്. അപ്പോൾ അവരതിൻ്റെ ഓയിൽ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചിട്ടുണ്ട്. ഇവൻ എന്നോട് പറഞ്ഞൊരു സംഭവമാണ്, നമുക്കൊന്ന് പോയി നോക്കാം. ഇതാണ് ഈ ചങ്ങായി പറഞ്ഞ സംഭവം കേട്ടോ. അപ്പം ഇപ്പോൾ അമ്മൻ്റെ ഫ്രണ്ടാണ്, അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബർ കേട്ടോ. ബ്രോ ഒന്ന് പരിചയപ്പെടുത്തി. എൻ്റെ ഇവിടെ പുതിയൊരുമാണ്. പിന്നെ നമ്മൾ പുതിയ ഓട്ടോമാറ്റിക്കാണ്, ടിൽറ്റിംഗ് പ്രശ്നമാണ് ഇത് പുതിയതായിട്ട് കേരളത്തിൽ ഫസ്റ്റായിട്ട് വരുന്നതാണ്. പിന്നെ അതിൻ്റെ ട്രയലൊന്ന് കാണിച്ചു തരാം. മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്നും കൂടി പറയോ? 3 ഇല്ല അങ്ങനെ നിങ്ങൾ പറഞ്ഞ സാധനം എനിക്ക് തന്നെ മനസ്സിലായില്ല. അങ്ങനെ പറഞ്ഞോ, അത് സംഭവം ഒന്നും മനസ്സിലായില്ല. ടിൽറ്റിംഗ് ബ്രഷ് മീൻസ് ഇത് ഈ ബ്രഷ് വണ്ടീൻ്റെ മേലെ ഇങ്ങനെ കിടക്കും. അത് ഞാൻ എന്തായാലും ട്രയലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ കസ്റ്റമർ എല്ലാവരും നല്ലത്. ഓക്കെ നമുക്ക് നാളെ കാണാം. സംഭവം കഴിഞ്ഞ കേട്ടോ. വണ്ടി ഇത് കുട്ടപ്പനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു മനുഷ്യൻ പോലും കൈകൊണ്ട് തൊട്ടിട്ടില്ല കേട്ടോ. അതാണ് അതിൻ്റെ ഒരു കോമഡി. 15 മിനിറ്റ് കൊണ്ട് വണ്ടി കഴുകി തുടച്ച് തരും. സാധാരണ ഞാൻ മെഷീൻ കണ്ടിട്ടുണ്ട്, ഈ വെള്ളമടിക്കുന്ന മെഷീൻ കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതേപോലെ തുടച്ച് തരുന്ന മെഷീൻ ആവുന്നില്ല കേട്ടോ. കാരണം
അദ്ദേഹം പറയുന്നത് ഈ ഒരു ടിൽട്ടൺ വായിക്കൊള്ളാത്തൊരു പേരാണ്. ആ ഒരു കാര്യം കേരളത്തിലെ ആദ്യമായിട്ട് സപ്ലൈ ചെയ്ത് ഇവർക്ക് പോലെ കേട്ടോ. വണ്ടിയുടെ വൃത്തി വയ്ക്കുക, അടിയിലടക്കം അതിൻ്റെ ഇത് വരുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല വൃത്തിയുണ്ട്. സ്പീഡ് വാഷ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്, കാണിച്ചു തരാം. അപ്പോൾ എന്താ പറയുക, കണ്ണൂർ പുതിയ തെരു ഭാഗത്തുള്ള എല്ലാവരോടും നിങ്ങളൊന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. പിന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് പരിപാടി തീരും, 10-15 മിനിറ്റ് കൊണ്ട് പരിപാടി തീരുന്ന പറയുന്നത്. വന്നിന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടിന്യൂ ചെയ്തോ. പിന്നെ ബ്രോൻ്റെ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിടാം, ജസ്റ്റ് വിളിച്ച് നോക്കിയാൽ മതി. പിന്നെ സ്പീഡ് വാഷ് എന്നാണ് പേര്. പുതിയ തെരു കാട്ടാമ്പള്ളി റോഡല്ലേ, കാട്ടാമ്പള്ളി റോഡ് നമ്മുടെ റോയൽ എൻഫീൽഡിലെ ഷോറൂമുണ്ട്. റോയൽ എൻഫീൽഡിലെ ഷോറൂം ഫ്രണ്ടിൽ മറ്റേ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, ഇതിൻ്റെ ഒക്കെ നേരെ ഫ്രണ്ടിലായിട്ടാണ് സ്പീഡ് വാഷ് വരുന്നത് കേട്ടോ. അപ്പം വേറെന്താ പറയുക, കണ്ണൂരെ വ്ളോഗ് ചെയ്താലും മതി. ഇനിയിപ്പോൾ നമുക്ക് അവിടെ പോയി ആമിനാൻ എടുക്കണം. ആമിനാൻ എടുത്തിട്ട് നേരെ ഇരുട്ടിലേക്ക് പോകണം, കിടന്നുറങ്ങണം. രാവിലെ മുതൽ ഒരുപാട് ഇതായിട്ടുണ്ട്. പിന്നെ അതുപോലെ അടുത്ത എപ്പിസോഡ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്പോൺസേഴ്സിനെ കുറിച്ചിട്ട്, എൻ്റെ ട്രിപ്പിന് ആരൊക്കെയാണ് സ്പോൺസേഴ്സ് എന്നുള്ളത്. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും, എല്ലാ യൂട്യൂബേഴ്സിനോടുമാണ്, എല്ലാവരും എനിക്ക് ക്ഷണിക്കണമെന്നുണ്ട്. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാവരും ക്ഷണിക്കുന്നുണ്ട്. കോൺടാക്ട് നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ് പലരും ക്ഷണിക്കാത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത്, ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ മെയിൽ ഐ ഡിയിൽ എന്നെ ഒന്ന് മെയിൽ ഞാൻ എന്താ റിപ്ലൈ തരും. പിന്നെ നിങ്ങളെല്ലാവർക്കും ഞാൻ ഇൻവിറ്റേഷൻ ലെറ്റർ അയച്ചു കേട്ടോ. എല്ലാ യൂട്യൂബേഴ്സിനും, ട്രാവൽ ബ്ലോഗേഴ്സിനും, ട്രാവലേഴ്സിനും എല്ലാവരോടും ഈ ചടങ്ങിലേക്ക് പിന്നെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ വൃത്തിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരി ഗൈസ്, നാളത്തെ എപ്പിസോഡിൽ നമുക്ക് നമ്മുടെ സ്പോൺസേഴ്സിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് കാണാം. ബൈ. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.